ഹലോ മച്ചവരെ, എസ് ഡി ന്യൂസിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇനിയും 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇവിടെ മികച്ച നടനായിട്ട് മത്സരിക്കാൻ ഒരുപാട് പേരുണ്ട്. അതിനിടയിൽ ഒരു ചോദ്യം വരികയാണ്, മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണോ? ഈ മമ്മൂട്ടിക്ക് എന്താണ് ഇത്ര പ്രത്യേകത? ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. ഒപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് ചിന്തിക്കാം. അതെ, 2024 സിനിമകൾക്ക് അവാർഡ് കൊടുക്കാൻ പോവുകയാണ്. കുറേ നാളായിട്ട് അത് വെച്ച് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രകാശ് രാജ് ജൂറി ചെയർമാനായൊക്കെ വന്നിരിക്കുന്ന ആ ഒരു അവസരത്തിൽ ഇവിടെ മത്സരം കടുപ്പമേറിയതെന്നാണ് പുറത്ത് സോഷ്യൽ മീഡിയ പറയുന്നത്. വേറെ ഒന്നുമല്ല, മമ്മൂട്ടിക്കൊപ്പം മത്സരിക്കുന്നത് മോഹൻലാലും അതുപോലെ തന്നെ ടൊവിനോയും അതേപോലെ ആസിഫ് അലി, അങ്ങനെ തുടങ്ങുന്ന വലിയ ഒരു താരനിര തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഈ കുറി പറയുന്നത്. എന്താണേലും വിജയരാഘവനും അതിനകത്തിൽ ഒരു പങ്കുണ്ട് എന്ന് പറയാം. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ മമ്മൂട്ടിക്ക് ഇത്ര പ്രത്യേകത? ഇങ്ങേർക്ക് മാത്രമേ അവാർഡിന് വരുമ്പോൾ വലിയ കാര്യങ്ങളുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്, മമ്മൂട്ടിക്ക് എപ്പോഴൊക്കെ അവാർഡ് കൊടുക്കാൻ വരുന്നു അപ്പോഴൊക്കെ ഇതേപോലെയുള്ള കുറേ കിംവദന്തികൾ നമുക്ക് കാണാം. മറ്റാൾ ഇതിനേക്കാളും വലുതായിട്ട് അഭിനയിച്ചു, ഇയാളുടെ അഭിനയം ഇതിലും സംഭവമായിരുന്നു എന്നുള്ളത്. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു നടൻ്റെ ആണെങ്കിൽ, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ആണെങ്കിൽ, വേറെ ആർക്കും മിണ്ടാനൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്, അങ്ങനെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ ഒരു കാര്യം നമുക്ക് പറയാം, ഇന്ന് കഴിഞ്ഞ ഒരു 5-6 വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മലയാളത്തിൽ അതിഗംഭീരമായിട്ട് അഭിനയിക്കാൻ ഒറ്റ നടനേ ഉള്ളൂ. അയാളുടെ പേര് മമ്മൂട്ടി എന്ന് തന്നെയാണ്. അയാൾ അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സൂപ്പർ താരത്തിൽ നിന്ന് വേറിട്ട് തന്നെയാണ് അയാൾ അങ്ങനെ മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് തന്നെ മികച്ച സിനിമകൾ വരുന്നു. ഒരുപക്ഷെ 100ഉം 200ഉം കോടിയൊന്നും അയാൾക്ക് വരുന്നില്ല, പക്ഷേ മികച്ച സിനിമകൾ അയാളുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. ഇക്കുറിയും അവാർഡ് പട്ടികയിൽ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഒരു സിനിമ വന്നിട്ടുണ്ട്. അതാണ് ഭ്രമയുഗം. ഭ്രമയുഗം കണ്ട ഏതൊരു മനുഷ്യനും അറിയാം, അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ പറഞ്ഞ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒന്നും വേറൊരു സിനിമയുമില്ല. കാലങ്ങൾക്ക് മുമ്പ് മോഹൻലാൽ ചെയ്തിട്ടുണ്ടാവാം, കാലങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഈ ഒരു സമീപകാലത്തൊന്നും ഒരു നടനും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെ പറയാം. പക്ഷേ ഭ്രമയുഗം എന്ന സിനിമ മലയാള സിനിമയിലെ ഒരു ചരിത്രം നിമിഷമാക്കിയ ഒരു സിനിമ തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്ന് വിസ്മയം തീർത്ത് വെറും 3-4 ക്യാരക്ടേഴ്സ് വെച്ച് ഗംഭീരമായിട്ട് ആളുകളെ പിടിച്ചിരുത്തിയ സിനിമ എന്ന് തന്നെ പറയാം. വെറുതെ പോയി ഒരു സിനിമ കണ്ടുപോകുന്ന പോലെയല്ല, അതിനകത്തിൽ കണ്ടൻറ് ഓറിയൻറ്റഡും അതേപോലെ തന്നെ പ്രകടനത്തിൽ മികച്ച രീതിയിലുമുള്ളതാണ്. അതുതന്നെയാണ് ഇവിടെ എടുത്തു ചോദിക്കുന്നത്. ഈ മമ്മൂട്ടിക്ക് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അയാൾ നല്ല ലെവലിൽ അഭിനയിക്കുന്നുണ്ട്. നൻപകൽ നേരത്ത് മയക്കമെന്നുള്ള അദ്ദേഹത്തിൻ്റെ 2 വർഷം മുമ്പുള്ള ചിത്രം എടുത്തു നോക്കിയാലും അറിയാം, അതേപോലെ ഒന്നും അഭിനയിക്കാൻ ഇന്ന് മലയാളത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ്. ആളുകൾക്ക് ഇഷ്ടത്തിനുണ്ട്, പക്ഷേ ആർക്കും അതിന് താല്പര്യവുമില്ല എന്നുള്ളതാണ്. പലരും ഇന്ന് കൊമേഴ്ഷ്യൽ പടങ്ങൾ മാത്രമായി പോകുമ്പോൾ അതിനകത്തിലെ എന്തെങ്കിലും കയ്യനക്കവും കാലനക്കവും കണ്ട് അഭിനയത്തിൻ്റെ മൂർത്തിഭാവം എന്ന് പറയുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതാണ് ഒരു സിനിമയ്ക്ക് എങ്ങനെ ഒരു ക്യാരക്ടറായി മാറാം, എങ്ങനെയാണ് ഓരോ ക്യാരക്ടറനുസരിച്ച് ബോഡി ലാംഗ്വേജും സൗണ്ട് മോഡുലേഷനും അഭിനയവും ഒക്കെ മാറ്റുന്നതെന്നറിയാം. ഇവിടെ ഇനിയും അടുത്ത വർഷത്തിലും ഇങ്ങേര് തന്നെ അതിന് പുറകെ പോവുകയാണ്. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയിലെ പ്രകടനത്തിൽ അല്ലെങ്കിൽ വിജയരാഘവനും അതേപോലെ തന്നെ ആസിഫ് അലിയും ഒക്കെ മികച്ച രീതിയിൽ തന്നെ വന്നു. പക്ഷേ ഈ ഒരു സിനിമയുമായിട്ട് തുലനം ചെയ്യുമ്പോൾ അത്ര വ്യത്യാസം അല്ലെങ്കിൽ അത്രയേറെ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു. ഇവിടെ ഒരു ചോദ്യമാണ്, മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണം? തീർച്ചയായും അഭിനയമാണ് നോക്കുന്നതെങ്കിൽ അത് മമ്മൂട്ടി തന്നെയാണ്. ഇപ്പോഴല്ല, പല വർഷങ്ങളും അങ്ങനെയാണ്. പലപ്പോഴേ അദ്ദേഹത്തെ തഴയുന്നതും നമ്മൾ കാണാറുണ്ട്. മലൈക്കോട്ടെ മാലിമൻ എന്ന സിനിമയും ഈ ഒരു പട്ടികയിൽ വന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ ഈ ഒരു പട്ടികയിലേക്ക് വന്നു എന്നുള്ളത് നമുക്ക് നോക്കണം. മികച്ച പ്രകടനം തന്നെയാണ് മോഹൻലാൽ അതിനകത്ത് കാഴ്ചവെച്ചിരുന്നത്. സിനിമ അത്ര ഗംഭീരമൊന്നുമായില്ല, പക്ഷേ മോഹൻലാലിൻ്റെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. പക്ഷേ അവിടെയും ചോദിക്കുകയാണ്, ഭ്രമയുഗത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് മുകളിലേക്ക് വരുന്നു ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഇനി ആസിഫ് അലി മികച്ച രീതിയിൽ 3-4 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇതുവരെ മമ്മൂട്ടിയോ മോഹൻലാലോ ചെയ്ത പല കഥാപാത്രങ്ങളുടെയും നിഴൽ മാത്രമെന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ മികച്ചത് തന്നെയാണ്. ഇനി വിജയരാഘവനെ നോക്കിയാലും അദ്ദേഹവും മികച്ച സിനിമകൾ ചെയ്തിട്ടുണ്ട്, മികച്ച നടനുമാണ്, 50 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുമാണ്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, അദ്ദേഹത്തിൻ്റെ തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടതാണ് 2023 അല്ലെങ്കിൽ 24 നാഷണൽ അവാർഡ് നേടിയ വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിലെ പ്രകടനവുമായി ഇപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ നോക്കുമ്പോൾ അത്രയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. എന്താണ്, ബറോസിനകത്തിലൂടെ മോഹൻലാൽ മികച്ച ഡയറക്ടറിനുള്ള അവാർഡ് നേടുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, ഭ്രമയുഗം കണ്ടവരാണെങ്കിൽ, ഭ്രമയുഗത്തിൻ്റെ ഒരു സീനെങ്കിലും കണ്ടവരാണെങ്കിൽ അറിയാം, അത് മമ്മൂട്ടിയല്ല, അത് നമ്മുടെ ചാത്തനായിരുന്നു, ഒപ്പം കൊടുമൺ പോറ്റിയായിരുന്നു. ചാത്തനും കൊടുമൺ പോറ്റിയുമായിട്ട് മമ്മൂട്ടി അഴിഞ്ഞാടിയപ്പോൾ അത് അവസാനം വരെ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് കാത്തിരിക്കാം. ഇതൊരു അവാർഡ് പ്രഹസനമാണല്ലോ പലപ്പോഴും നമ്മൾ കാണുന്നത്. അതിനിടയിൽ ആർക്കൊക്കെ ആയിരിക്കും അവാർഡിന് പോകുന്നത്? ഫഹദ് ഫാസിലും ഇതിനകത്തിൽ പട്ടികയിലുണ്ട്. ആവേശം എന്ന സിനിമയിൽ മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ARMലെ മണിയനായി വന്നതും മികച്ചതാണ്. പക്ഷേ അതിനൊക്കെ മുന്നിൽ, ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇദ്ദേഹം തന്നെയല്ലേ, അതായത് കൊടുമൺ പോറ്റിയല്ലേ, നമ്മളുടെ ചാത്തനല്ലേ. അപ്പോൾ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കരുതെന്നാണ് എൻ്റെയും അഭിപ്രായം. കാരണം അത് മമ്മൂട്ടി ഏതെങ്കിലും കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടിയായിട്ട് വരുമ്പോഴാണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് വേറെ ആർക്കുമല്ല, കൊടുമൺ പോറ്റിക്കോ ചാത്തനോ കൊടുക്കണം. ഒപ്പം
ഒരിക്കലും മറക്കാൻ കഴിയില്ല ബാക്കി 2 പേരെ കൂടെ. ശ്രീ അശോകൻ്റെ മകൻ അർജുൻ അശോകനും അതേപോലെ തന്നെ ഭരതൻ്റെ മകനും ഭരതൻ KPSCയുടെ മകനും ആയിട്ടുള്ള അവർക്ക് 2 പേരുടെയും അമ്മാതിരിയുള്ള പ്രകടനമായിരുന്നു. അപ്പോൾ തീർച്ചയായും മികച്ച നടനും അതേപോലെ തന്നെ സഹനടനും അല്ലെങ്കിൽ മികച്ച നടന്മാരെ ഇവരെ 3 പേരെടുത്താലും ഒന്നും പറയാനില്ല. അമ്മാതിരി ഗംഭീരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ആർക്കാണ് അവാർഡ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് തോന്നുന്നത് കമൻസിലൂടെ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരണം. താങ്ക് യു ബ്രോസ്.